പ്രൊഫസറെ തന്നെ കാണാൻ പറ്റി ഞങ്ങൾക്ക്. അപ്പോൾ ഇവളത്തെ സീരിയസ് കേസായ കാരണം പ്രൊഫസറിനെയും കൂടെ കാണാമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഞങ്ങളുടെ കേസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഡോക്ടർ മോളുടെ MRI റിപ്പോർട്ട് കണ്ട വഴിക്ക് ഈ ഹോസ്പിറ്റലുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലൈഫ് ലോങ് ഗുളിക കഴിക്കാൻ പറഞ്ഞത് ഇന്ന് തൊട്ട് ഇനി കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അതവൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് പെട്ടെന്ന് ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടമാണോ കരച്ചിലാണോ എന്നറിയില്ല. ഇവിടെ വന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് അമ്മ മാതാവ് എനിക്ക് തന്ന എൻ്റെ മോൾക്കും മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്. ഫിക്സ് വരുമ്പോൾ തന്നെ അവൾക്ക് അറിയാൻ പറ്റും. അവളെ കൈ തരിപ്പ് വന്ന് അവൾ വീഴും. ഭയങ്കര അതറിയുന്നത് അത് അവസാനിക്കുന്ന വരെ അവൾക്ക് ബോധമുണ്ട്. അതെല്ലാം അവൾക്ക് അറിയാൻ പറ്റും. അത് കണ്ണ് മറയണ നാവും കുഴയണ വരെ അവൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ വന്നത് അത്രയും സന്തോഷത്തോടെയാണ്. കാരണം ലൈഫ് ലോങ് ഗുളിക കഴിക്കാൻ പറഞ്ഞ മാതാവ് മാറ്റി തന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. പ്രൊഫസറെ തന്നെ കാണാൻ പറ്റി ഞങ്ങൾക്ക്. അപ്പോൾ ഇവളത്തെ സീരിയസ് കേസായ കാരണം പ്രൊഫസറിനെയും കൂടെ കാണാമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഞങ്ങളുടെ കേസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഡോക്ടർ മോളുടെ MRI റിപ്പോർട്ട് കണ്ട വഴിക്ക് ഈ ഹോസ്പിറ്റലുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലൈഫ് ലോങ് ഗുളിക കഴിക്കാൻ പറഞ്ഞത് ഇന്ന് തൊട്ട് ഇനി കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അതവൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് പെട്ടെന്ന് ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടമാണോ കരച്ചിലാണോ എന്നറിയില്ല. ഇവിടെ വന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് അമ്മ മാതാവ് എനിക്ക് തന്ന എൻ്റെ മോൾക്കും മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്. ഫിക്സ് വരുമ്പോൾ തന്നെ അവൾക്ക് അറിയാൻ പറ്റും. അവളെ കൈ തരിപ്പ് വന്ന് അവൾ വീഴും. ഭയങ്കര അതറിയുന്നത് അത് അവസാനിക്കുന്ന വരെ അവൾക്ക് ബോധമുണ്ട്. അതെല്ലാം അവൾക്ക് അറിയാൻ പറ്റും. അത് കണ്ണ് മറയണ നാവും കുഴയണ വരെ അവൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ വന്നത് അത്രയും സന്തോഷത്തോടെയാണ്. കാരണം ലൈഫ് ലോങ് ഗുളിക കഴിക്കാൻ പറഞ്ഞ മാതാവ് മാറ്റി തന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു.